നമസ്കാരം. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. നിങ്ങൾ താമസിക്കുന്ന വീടിനോട് ചേർന്ന് ആരും തിരിഞ്ഞു നോക്കാത്ത കാട് പിടിച്ചു കിടക്കുന്ന പറമ്പുകൾ വല്ലതുമുണ്ടോ? അവിടെ നിന്നും ഇഴജന്തുക്കൾ, വിഷപ്പാമ്പുകളൊക്കെ വീട്ടിലേക്ക് വരുമെന്ന പേടിയിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധയോടെ കാണണം. നിങ്ങൾക്കൊരു വലിയ ആശ്വാസ വാർത്തയുണ്ട്. ഇനി മുതൽ സ്ഥലമുടമയെ അറിയില്ല എന്ന് പറഞ്ഞ് അധികാരികൾക്ക്, പഞ്ചായത്തുകൾക്കോ മുനിസിപ്പാലിറ്റികൾക്കോ കോർപ്പറേഷനുകൾക്കോ കൈയും കെട്ടി നോക്കി നിൽക്കാനാവില്ല. സ്ഥലമുടമ ആരായാലും അവിടെ വന്ന് കാട് വെട്ടിത്തെളിക്കാൻ അവർക്ക് അധികാരമുണ്ട്. ആർക്ക്? അധികാരികൾക്ക്. അതെ, 2026 മെയ് മാസത്തിൽ കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച അതിപ്രധാനമായ ഒരു ഉത്തരവിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചിന്തിക്കുന്നത്. ചിലരിങ്ങനെയാണ്, കയ്യിൽ കാശ് കണ്ടമാനം ഇരുന്നിട്ട് കാണുന്ന പറമ്പെല്ലാം വാങ്ങിക്കൂട്ടിയിട്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ പോകും. വീടിനോട് ചേർന്നുള്ള പറമ്പുകൾ വൃത്തിയാക്കാത്തവരും ഈ വീഡിയോ തീർച്ചയായും മുഴുവനായും കാണണം. കാരണം നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു വലിയ മുട്ടം പണിയാണ്. മാവേലിക്കര തെക്കേക്കര സ്വദേശിയായ ജിജി വർഗീസ് എന്ന വ്യക്തി നടത്തിയ നിയമ പോരാട്ടമാണ് ഈ വിധിക്ക് ആധാരം. അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്നുള്ള ഒരു പറമ്പ് വർഷങ്ങളായിട്ട് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. ആ വീട്ടിലാണെങ്കിൽ പ്രായമുള്ള മാതാപിതാക്കളുമുണ്ട്. അപ്പോൾ ആ വീട്ടിലേക്ക് വിഷപ്പാമ്പുകൾ വരാൻ തുടങ്ങി. അത് നിരന്തരം വരാൻ തുടങ്ങിയതോടെ അദ്ദേഹം പഞ്ചായത്തിൽ ഒന്ന് സമീപിച്ചിട്ട് അവരോട് പറഞ്ഞു, ഇതുപോലൊരു ബുദ്ധിമുട്ടുണ്ട്, സഹകരിക്കണം, ഒന്ന് സഹായിക്കണം. എന്നാൽ അദ്ദേഹത്തിന് പഞ്ചായത്ത് നൽകിയ മറുപടി എന്താണെന്നറിയാമോ? ഈ പറമ്പിന്റെ ഉടമ ആരാണെന്ന് വില്ലേജ് രേഖകളിൽ കാണുന്നില്ല. ഉടമയെ കണ്ടെത്താതെ നോട്ടീസ് നൽകാനോ കാട് വെട്ടാനോ കഴിയില്ല. നിയമക്കുരുക്കുകളാണ്, പ്രശ്നങ്ങളാണ്. ഇതും കേട്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ? നമ്മളിൽ ചിലരൊക്കെ കാണിക്കുന്നത് പോലെ അദ്ദേഹം വീട്ടിൽ വന്ന് വെറുതെ ഇരിക്കുകയല്ല ചെയ്തത്. ഇതിനെതിരെ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു. ഈ കേസ് പരിഗണിച്ച ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വളരെ കർശനമായ ഭാഷയിലാണ് ഇതിൽ വിധി പറഞ്ഞത്. കോടതിയുടെ പ്രധാന നിരീക്ഷണങ്ങൾ പറയാം. പൊതുജന സുരക്ഷയാണ് വലുത്. മനുഷ്യജീവന് ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ നിയമത്തിന്റെ സാങ്കേതികത്വങ്ങൾ പറഞ്ഞ അധികാരികൾക്ക് കാഴ്ചക്കാരായി നിൽക്കാനാവില്ല. സാമാന്യ ബുദ്ധിക്കാണ് ഇവിടെ മുൻഗണന നൽകേണ്ടത്. ഉടമയെ അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ നടപടിയെടുക്കണമെന്ന് അധികാരികളോട് കോടതി ഉത്തരവിട്ടു. അപ്പോൾ സ്ഥലമുടമയെ കണ്ടെത്താനായില്ലെന്ന കാരണം പറഞ്ഞ് കാട് വെട്ടാതിരിക്കാൻ കഴിയില്ല എന്നാണ് ആ വിധിയുടെ അർത്ഥം. 10 ദിവസത്തിനകം ആ കാട് പഞ്ചായത്ത് നേരിട്ട് വന്ന് വെട്ടിത്തെളിക്കണമെന്ന് കോടതി കർശനമായിട്ട് ഉത്തരവിട്ടു. ഇവിടെ പലർക്കും ഒരു സംശയം വരാം, ഇതിനൊക്കെ പഞ്ചായത്തിന് വല്ല അധികാരമുണ്ടോ? ഈ കാട് വെട്ടിത്തെളിക്കൽ എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമാണോ? ഇതിനൊക്കെ കാശ് വേണ്ടേ? ഫണ്ട് എവിടെ നിന്ന് വരും? നിങ്ങളുടെ സംശയം ഇത് തന്നെയല്ലേ? എന്നാൽ ഇനി പറയുന്നത് 2 ചെവിയും കൂർപ്പിച്ച് കേട്ടോളുക. കേരള പഞ്ചായത്ത് രാജ് നിയമത്തിലെ 238, 39 വകുപ്പുകൾ പ്രകാരം ഒരു സ്ഥലം അയൽവാസികൾക്ക് ശല്യമാവുകയോ വിഷപ്പാമ്പുകളുടെ താവളമാവുകയോ ചെയ്താൽ നോട്ടീസ് നൽകാൻ പോലും കാത്തു നിൽക്കാതെ അടിയന്തരമായി അത് വെട്ടിത്തെളിക്കാൻ ഗ്രാമപഞ്ചായത്തിന് പൂർണ്ണ അധികാരമുണ്ട്. നഗരപ്രദേശങ്ങളിൽ കേരള മുനിസിപ്പാലിറ്റി ആക്ട് സെക്ഷൻ 427 പ്രകാരം മുനിസിപ്പൽ സെക്രട്ടറിക്കും ഇതേ അധികാരമുണ്ട്. ഇനി അതിൻ്റെ പേരിൽ വരുന്ന ചെലവിൻ്റെ കാര്യം. പഞ്ചായത്ത് സ്വന്തം ഫണ്ടിൽ നിന്ന് ഈ കാട് വെട്ടിത്തെളിക്കും. എന്നാൽ ആ തുക വെറുതെ അങ്ങ് പോകത്തൊന്നുമില്ല. കേരള റവന്യൂ റിക്കവറി ആക്ട് പ്രകാരം ഈ തുക പിന്നീട് സ്ഥലം ഉടമയിൽ നിന്ന് പലിശയും പിഴയും സഹിതം പഞ്ചായത്തിന് ഈടാക്കാം. അതായത് സ്ഥലം വെറുതെ ഇട്ടാൽ സർക്കാരിൻ്റെ വക ലേബർ ചാർജും റവന്യൂ റിക്കവറിയും നിങ്ങളുടെ വീട്ടിലെത്തുമെന്ന് ചുരുക്കം. അപ്പോൾ 2026 മഴക്കാലത്തിന് മുന്നോടിയായി പകർച്ചവ്യാധികൾ തടയാനും ഇത്തരം സ്ഥലങ്ങൾ അടിയന്തരമായി വൃത്തിയാക്കാനും സംസ്ഥാന സർക്കാരും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാർഡ് തലത്തിൽ ഇതിനായി പഞ്ചായത്തുകൾക്ക് 30,000 രൂപ മുതൽ കോർപ്പറേഷനുകൾക്ക് 60,000 രൂപ വരെ ചെലവാക്കാനും ഫണ്ടും അനുവദിച്ചു കൊടുത്തു. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണല്ലോ. നിങ്ങൾ നാട്ടിലില്ലാത്തവരാണെങ്കിലും പറമ്പ് വെറുതെ ഇട്ടിരിക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ അനാസ്ഥ അയൽക്കാർക്ക് ഒരു ജീവഹാനി ഉണ്ടാക്കാൻ കാരണമാകരുത്. അപ്പോൾ ഇങ്ങനെ സ്ഥലം വാങ്ങിയിട്ട് കാട് പിടിക്കാൻ അനുവദിച്ചിരിക്കുന്ന വിദേശത്തുള്ള വ്യക്തികളോടാണ് നാളെ പഞ്ചായത്ത് വന്ന് കാട് വെട്ടിയ ശേഷം വലിയൊരു തുക റവന്യൂ റിക്കവറിയായി നിങ്ങളുടെ മേൽ ചുമത്തുന്നതിന് മുൻപ് സ്വന്തം പറമ്പുകൾ നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക. നിങ്ങളുടെ വീടിനടുത്ത് ഇത്തരം പറമ്പുകൾ ഉണ്ടെങ്കിൽ നേരെ വിട്ടോ പഞ്ചായത്തിലേക്ക്. ഈ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ധൈര്യമായി പഞ്ചായത്തിൽ പരാതി നൽകാം. അപ്പോൾ ഈ വിലപ്പെട്ട വിവരം നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. മറ്റൊരു കാലിക പ്രാധാന്യമുള്ള വിഷയവുമായി വീണ്ടും കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വിഷയവുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.